പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 4 CPIM പ്രവർത്തകരുടെ ശിക്ഷാവിധിക്ക് സ്റ്റേ. മുൻ MLA KV കുഞ്ഞിരാമൻ, K മണികണ്ഠൻ, രാഘവൻ വെളുത്തോളി, ഭാസ്കരൻ എന്നിവരുടെ 5 വർഷം തടവ് ശിക്ഷയാണ് ഹൈക്കോടതി മരവിപ്പിച്ചിരിക്കുന്നത്. കേസിൽ 5 വർഷം തടവും 10,000 രൂപ പിഴയുമാണ് ഇവർക്ക് ശിക്ഷ വിധിച്ചിരുന്നത്. ആ ശിക്ഷാവിധിക്കാണ് ഇപ്പോൾ സ്റ്റേ വന്നിരിക്കുന്നത്. ഈ ശിക്ഷാവിധി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് മേൽക്കോടതിയെ CPIM നേതാക്കളായ 4 പേരും സമീപിച്ചത്. നമുക്കൊപ്പം ഇപ്പോൾ കാസർഗോഡ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ ചേരുകയാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പെരിയ കേസിൽ 4 CPIM പ്രവർത്തകരുടെ ശിക്ഷാവിധിക്ക് ഇപ്പോൾ ഹൈക്കോടതി സ്റ്റേ നൽകിയിരിക്കുകയാണ്. എന്താണ് അങ്ങയുടെ ആദ്യ പ്രതികരണം? അല്ല, ഇത് ഈ കൊലപാതകത്തിന്റെ വിധി വന്നതിന് ശേഷം പ്രതികളെ എറണാകുളത്ത് നിന്ന് കണ്ണൂരോട്ട് മാറ്റുമ്പോൾ ജയിൽ ഉപദേശക സമിതി അംഗവും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഉന്നത നേതാവുമായ ശ്രീ P ജയരാജൻ പോയി അവർക്ക് അഭിവാദ്യം അർപ്പിക്കുകയും അതുപോലെ തന്നെ പ്രതികളുടെ വീടുകൾ മുഴുവൻ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ സന്ദർശിക്കുകയും ചെയ്തത് വഴി പാർട്ടി അറിഞ്ഞും പാർട്ടിയുടെ സമ്മതത്തോടും പാർട്ടിയുടെ ഗൂഢാലോചനയോടുകൂടി നടന്ന ഒരു കൊലപാതകമാണെന്ന് ഇത് മറുനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. ഇതൊരു നിയമ പോരാട്ടമാണ്. ഈ 4 പേരുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കുറ്റം IPC 225 ആണ്. അത് ബെയിലബിൾ ആണ്, ജാമ്യം കിട്ടാവുന്ന കാര്യമാണ്. മാത്രമല്ല, ഇത് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. ഇതൊരു നിയമ പോരാട്ടമാണ്. ഈ നിയമ പോരാട്ടം തുടരും. അപ്പൊ അവർക്ക് സ്റ്റേ കിട്ടിയത് ഒരു സ്വാഭാവികമായ നടപടിയായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതിനകത്ത് മറ്റൊന്നും ഞാൻ കാണുന്നില്ല. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, നിയമപരമായി അപ്പീലിന് പോകാനുള്ള എല്ലാ അവകാശവും ശിക്ഷിക്കപ്പെടുന്നവർക്കുണ്ട്. CBI കോടതി 5 വർഷം ശിക്ഷിച്ച ആളുകൾ അവർ അപ്പീൽ വഴി കോടതിയിലെത്തി അനുകൂലമായ ഒരു ഉത്തരവ് നേടിയെടുക്കുന്നു. ഇതിൽ പക്ഷേ രാഷ്ട്രീയമായി പറയേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശരത് ലാൽ, കൃപേഷ് എന്നിവരെ കൊലപ്പെടുത്തിയ ഈ കേസിൽ CPIMന് പങ്കില്ല എന്നാണ്. CBI ആണ് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കിയത്. രാഷ്ട്രീയ നീക്കത്തെ രാഷ്ട്രീയമായി തന്നെ നേരിടുമെന്ന് അദ്ദേഹം പറയുന്നു. ആ മറുപടിയോടുള്ള, ആ ശൈലിയോടുള്ള അങ്ങയുടെ പ്രതികരണം എന്താണ്? അതും സ്വാഭാവികമാണ്. അല്ല, ഗോവിന്ദൻ മാസ്റ്റർ ഇങ്ങനെ കൂടെ ഓരോ തമാശകൾ പൊട്ടിക്കുന്ന ആളാണ്. 2025 അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ തമാശയായിട്ട് ഇത് കണ്ടാൽ മതി. 24 പ്രതികളിൽ 10 പ്രതികളെ വെറുതെ വിടുകയും 14 പ്രതികളെ ശിക്ഷിക്കുകയും ചെയ്തു. ഇരട്ട ജീവപര്യന്തമാണ്. ശിക്ഷിക്കപ്പെട്ട പ്രതികളെല്ലാം മാർക്സിസ്റ്റുകാരാണ്. എന്നിട്ട് പാർട്ടിക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ലെന്ന് പറഞ്ഞാൽ അതൊരു തമാശയായി മാത്രമേ വിവരമുള്ള ആളുകൾ കാണാൻ പറ്റൂ. വിവരദോഷികൾ ചിലപ്പോൾ ഒരുപക്ഷെ അത് അംഗീകരിച്ചു എന്ന് വരാം. സാമാന്യ ബോധമുള്ള ജുഡീഷ്യറിയെ ബഹുമാനിക്കുന്ന എല്ലാവർക്കും ഇത് ഗോവിന്ദൻ മാസ്റ്റർ കാര്യം ഒരു തമാശയായിട്ട് തോന്നുന്നു. അല്ലെങ്കിൽ പണ്ട് ജോസഫൈൻ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ പാർട്ടിയാണ് പോലീസ് സ്റ്റേഷൻ, ഞങ്ങളുടെ പാർട്ടിയാണ് കോടതി, മറ്റൊരു കോടതിയെ ഞങ്ങൾ അംഗീകരിക്കില്ല. അതായിരിക്കാം ഒരുപക്ഷെ കോടതി വിധിയെ പരമകുറ്റത്തോടുകൂടി ഗോവിന്ദൻ മാസ്റ്റർ കണ്ടത്. വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പ്രതികരിച്ചതിന്.